ജ്യോതികുമാർ ചാമക്കാല താങ്കൾക്ക് മറുപടി നൽകാം. അതോടൊപ്പം തന്നെ ഇപ്പോൾ SDPI പിന്തുണ നൽകി, അത് അവരുടെ നിലപാടായിരുന്നു, അവരുടെ തീരുമാനമായിരുന്നു എന്ന് പറഞ്ഞു. അതിലപ്പുറമുള്ള ആരോപണങ്ങളായി നേരത്തെ M പ്രകാശൻ അടക്കം ഉന്നയിച്ച ഒരു ആരോപണം എന്നുള്ളത് നിങ്ങളുടെ പാർട്ടി ഓഫീസിൽ വെച്ച് അങ്ങനെ ഒരു ചർച്ച നടത്തുകയോ അതോ SDPIയുടെ പാർട്ടി ഓഫീസിൽ നിങ്ങൾ പോയി ചർച്ച നടത്തുകയോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? അതോ ഒരു പിന്തുണ അതേ ഒരു വഴിക്ക് വരുന്നു, അതങ്ങ് സ്വീകരിക്കുന്നു എന്നതിലപ്പുറമുള്ള ചർച്ചകളിലേക്ക് അത് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്വഭാവം വേറെയാണ്. ശ്രീ ചാമക്കാല. ഞാനേ ഈ പറയുമ്പോൾ ഞാൻ ആദ്യം BJPയുടെ നേതാവ് പറഞ്ഞതിന് ഒന്ന് മറുപടി പറഞ്ഞോട്ടെ. അദ്ദേഹം പറയുന്നത് ഇങ്ങനെ SDPI പിന്തുണ നൽകിയതുകൊണ്ടാണ് ഞങ്ങൾ. എന്തിനാ നിങ്ങൾ ഇത്തരത്തിൽ വർഗീയമായ ചേരിതിരിവ് നിങ്ങളുടെ ആവശ്യമാണ്. ഈ സംസ്ഥാനത്തിൽ നിന്ന് ബോധ്യപ്പെടുന്നത് ഇത്തരത്തിൽ SDPI അതുപോലെ വെൽഫെയർ പാർട്ടിയെയും ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് അതിൽ നിന്ന് വർഗീയമായ ചേരിതിരിവ് ഉണ്ടാക്കി നിങ്ങൾക്ക് രാഷ്ട്രീയമായ ലക്ഷ്യം നേടുക എന്നുള്ളതാണ് നിങ്ങളുടെയും CPMന്റെയും നയം. ഇവിടെ നോക്കൂ, ഇവിടെ അദ്ദേഹം പറഞ്ഞു തീവ്രവാദികളായ കോയയെക്കുറിച്ച് ഉസ്മാനെ കുറിച്ചൊക്കെ പറയുന്നു. ഇവിടെ 11 വർഷമായി കേന്ദ്രം ഭരിക്കുന്നത് BJP അല്ലേ? നിങ്ങൾക്ക് ഇവരെ പിടിച്ച് അകത്തിട്ടൂടെ? നിങ്ങൾ ഇവർ തീവ്രവാദികളാണെങ്കിൽ, ഇവരൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരിലാണെങ്കിൽ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ നിങ്ങൾ നിരോധിച്ചൂടെ? നിങ്ങളെയും നിരോധിക്കപ്പെട്ടുള്ള സംഘടനയാണല്ലോ RSS. അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് അതിന് കഴിയുന്നില്ല? അപ്പോൾ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കൂ. അവർ വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചും SDPIയെ സംബന്ധിച്ചും രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രണ്ട് പാർട്ടികൾ. അവരെ നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അവർ എന്റെ സഖാവേ, ഞാൻ താങ്കൾ സംസാരിച്ചപ്പോൾ ഞാൻ കേട്ടോണ്ടിരുന്ന ആളല്ലേ, കേട്ടോണ്ടിരിക്കുക. അപ്പോ നിങ്ങൾ ഇതിന്റെ നേതാക്കന്മാരെല്ലാം തീവ്രവാദികളാണെങ്കിൽ നിങ്ങൾ ഈ പ്രസ്ഥാനത്തെ നിരോധിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അതിന് പരിഹാര മാർഗം രാഷ്ട്രീയമായി കണ്ടെത്തുന്നത് കഴിയുമോ? കഴിയത്തില്ലല്ലോ. പിന്നെ വന്ന് വീരവാദം പറഞ്ഞിട്ട് പല കാര്യമുണ്ടോ? ഞാൻ ഒന്നുകൂടെ ചോദിക്കട്ടെ. ഈ പാലക്കാട് അസംബ്ലി നിയമനത്തിലല്ല, പാലക്കാട് അസംബ്ലി നിയമനത്തിൽ നിങ്ങൾക്ക് 5% വോട്ട് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ 5000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം UDFന് ഉണ്ടായി കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ലീഡ് മറികടന്നുണ്ട്. 10,000 വോട്ട് മറിഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം 10,000 വോട്ടിന് ലീഡ് ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങൾ 5,000 വോട്ടിന്റെ ലീഡിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം SDPIക്ക് വിചാരിച്ചതുകൊണ്ടാണോ? നിങ്ങളുടെ കാലിനടിയിലെ മണ്ണ് ചോർന്നു പോയതുകൊണ്ട്. അതിനെക്കുറിച്ച് ആദ്യം പഠിക്കുക. ഇപ്പോ ദേശീയ കൌൺസിൽ അംഗം പറയുന്നതാണ് അവിടെ ചുമതല കൊടുത്തിരുന്ന പ്രഭാരി അവിടെ AC റൂമിൽ കിടന്ന് ഉറങ്ങുകയായിരുന്ന. മറ്റേ മുനിസിപ്പൽ ചെയർപേഴ്സൺ പറയുന്നതാണ് സ്ഥാനാർത്ഥി നിർണ്ണയം മോശമായിരുന്നാണ്. കെ സുരേന്ദ്രൻ പറയുന്നത് എന്താണ്? കൃഷ്ണദാസ് വർഷത്തിനെതിരായിട്ട് പറയുന്നു. കൃഷ്ണദാസ് വർഷം കെ സുരേന്ദ്രൻ V മുരളീധരൻ മറ്റൊന്ന് പറയുന്നു. നിങ്ങളെ നിയന്ത്രിക്കണമെങ്കിൽ ഇപ്പൊ കേന്ദ്രസേന വേണ്ടുന്ന സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുക പാലക്കാട്ട്. അത് ഞങ്ങൾ കാരണമാണോ? നിങ്ങളുടെ പാർട്ടിയിൽ ആഭ്യന്തര പ്രശ്നം ഇത്രയും രൂക്ഷമായത്, നിങ്ങൾ പരാജയപ്പെട്ടത്, നിങ്ങൾ പുറകോട്ട് പോയത്? അപ്പോ അതൊന്നും വേണ്ട. ജനാധിപത്യത്തിൽ ആ വോട്ടർ പട്ടികയിൽ പേരുള്ളവരെല്ലാം ഇന്ന ആളുകൾ തീവ്രവാദികളാണ്, അതുകൊണ്ട് ഈ ഇന്ത്യൻ ജനാധിപത്യത്തിൽ പങ്കെടുക്കാൻ അവകാശമില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കുക. പറ്റുമോ? ഇല്ല. അപ്പോ വോട്ടർ പട്ടികയിൽ ട്രാൻസ്പെറന്റ് ആയി ഇലക്ഷൻ കമ്മീഷൻ അനൗൺസ് ചെയ്ത ഒരു വോട്ടർ പട്ടിക പ്രകാരം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ ഓരോരുത്തർക്കും അവകാശമുണ്ട്, ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അവകാശമുണ്ട്, ഓരോ വ്യക്തിക്കും അവകാശമുണ്ട്. അത്തരത്തിൽ വോട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വന്നിരുന്ന് വർഗീയത വിളമ്പാതിരിക്കും സഹോദര. ഒരു ചെറുപ്പക്കാരനല്ലേ, ഇത്രയും വർഗീയതയാകാതിരിക്കും. നിങ്ങൾക്ക് പിന്നെ വർഗീയത പറഞ്ഞാൽ മതിയാവും, അത് വേറൊരു വിഷയം. അപ്പോട്ടെ, ഞാൻ അത്രയും മാത്രമേ BJPയെ കുറിച്ച് പറയുന്നുള്ളൂ. അതിന്റെ ബാക്കി പത്രമാണ് ഇന്ന് BJPയിൽ നടന്നുകൊണ്ടിരിക്കുന്ന തമ്മിൽ തല്ല് എന്ന് മാത്രം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഇനി ഞാൻ CPMലേക്ക് വരാം. CPMലേക്ക് വന്നപ്പോൾ എന്താ പറയുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ ആരെയോ കണ്ടു. ഞാൻ ഇതൊന്ന് ഫോക്കസ് ചെയ്തേ. ഈ ഫോട്ടോ, ഇതിനകത്ത് ഈ കാണിക്കുന്ന ഫോട്ടോ, ഈ ഫോട്ടോയിലുള്ളത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ MI അബ്ദുൾ അസീസുമായി സംഭാഷണത്തിൽ എന്ന് കാണിക്കുന്ന ഫോട്ടോയാണ്. ഈ ലേഖനം എഴുതിയിരിക്കുന്നത് വന്നിട്ടുള്ളത് മാധ്യമത്തിലാണ്. ഈ ലേഖനം എഴുതിയിട്ടുള്ള ആളുടെ പേര് O അബ്ദുൾ റഹ്മാൻ എന്നാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചില വാചകങ്ങൾ ഞാനൊന്ന് വായിക്കാതിരിക്കാൻ നിർവാഹമില്ല. 2009 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഒക്കെ ജമാഅത്തെ ഇസ്ലാമി നേതാക്കളെ കണ്ട് വിശദമായി ചർച്ചകൾ നടത്തുകയും ഫാസിസ്റ്റ് ശക്തികൾ അധികാരത്തിൽ വരാതിരിക്കാൻ ജമാഅത്തിന്റെ പിന്തുണ തേടുകയും ചെയ്തിരുന്നു. അതുപ്രകാരം CPM സ്ഥാനാർത്ഥികൾ പലരെയും ജമാഅത്ത് പിന്തുണയ്ക്കുകയും ചെയ്തു. അതേ തെരഞ്ഞെടുപ്പ് വേളയിലാണ് ഡൽഹിയിലെ CPM ആസ്ഥാനമായ AKG ഭവനിൽ വെച്ച് ഇന്നത്തെ വെൽഫെയർ പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ SQR ഇല്യാസ്, ജമാഅത്തിന്റെ ഇന്നത്തെ അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ പ്രൊഫസർ KS സിദ്ദിഖ് ഹസൻ എന്നിവർ CPM പോളിറ്റ് ബ്യൂറോ അംഗം S രാമചന്ദ്രൻ പിള്ളയുമായി സവിസ്തരം ചർച്ചകൾ നടത്തിയത്. പാർട്ടിയുടെ കൊൽക്കത്ത കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയത്തിനെതിരാവിലെ മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധം സ്ഥാപിക്കുന്നത് എന്ന് ചർച്ചകൾക്ക് ദൃക്സാക്ഷിയായ ഞാൻ എന്ന് പറഞ്ഞാൽ അബ്ദുൾ റഹ്മാൻ ഇത് എഴുതിയ ആൾ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ നിഷേധാർത്ഥത്തിലാണ് SRP പ്രതികരിച്ചത്. കേരള നിയമസഭയിലേക്ക് നടന്ന പല തെരഞ്ഞെടുപ്പുകളിലും ഇത്തരം പിന്തുണ തേടൽ CPMന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയും ഇളമരം കരീം അടക്കം ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് നിഷേധിച്ചിട്ടുണ്ടോ നിങ്ങൾ? സഖാവെ, നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ടോ? ഇല്ല.
നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പിന്തുണ തരുമ്പോഴെല്ലാം അവർ ജനാധിപത്യവാദികളും മതേതരവാദികളുമാണ്. നിങ്ങൾക്ക് പിന്തുണ തന്നില്ലെങ്കിൽ അവർ വർഗീയവാദികളാണ്. നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പ്, അവസരവാദ സമീപനം, അത് എന്ന് നിങ്ങൾ അവസാനിപ്പിക്കുന്നോ അന്നേ നിങ്ങൾക്ക് വിജയമുണ്ടാവുകയുള്ളൂ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത്രയും വലിയ വാദഗതിയൊന്നും വേണ്ടായിരുന്നല്ലോ. ഞങ്ങൾ വർഗീയവാദികളുടെ പിന്തുണയോടെയാണ് ജയിച്ചതെന്നൊക്കെ പറഞ്ഞത്. അവിടെ വോട്ട് ഷെയർ താങ്കൾക്ക് എത്രയാണെന്ന് അറിയാമോ? ഞങ്ങൾക്ക് കിട്ടിയ വോട്ടിന്റെ എണ്ണം 1,37,000 വോട്ട് കിട്ടിയപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് വെറും 37,000. നിങ്ങൾ ഈ ന്യായം പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് 8,000 69,000 വോട്ട് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് നേരെ 50% കൂടുതൽ കിട്ടുമായിരുന്നല്ലോ. നിങ്ങൾക്ക് വെറും 37,000 കിട്ടിയുള്ളൂ. ഇനി 32,000 വോട്ട് കിട്ടിയല്ല നിങ്ങൾക്ക് 50% കിട്ടുള്ളൂ. ഞങ്ങൾക്ക് 58,000 വോട്ട് കിട്ടിയിട്ടുണ്ടെന്നേ. അപ്പോ നിങ്ങൾ അതിന് പിടിച്ചിരുന്നെങ്കിൽ ഈ വർഗീയവാദികളൊന്നും വേണ്ടായിരുന്നല്ലോ. അപ്പൊ നിങ്ങൾക്ക് ആ നിയോജക മണ്ഡലത്തിൽ നോക്കൂ, ഞാൻ ഒരു വോട്ട് ഷെയറിലൂടെ പറയാം. നിങ്ങൾക്ക് 2011 ഇതേ നിയോജക മണ്ഡലത്തിൽ 35.82% വോട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് 27% വോട്ടാണ്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ വോട്ട് ഷെയർ കുറഞ്ഞു പോകുന്നത്? ഇത്തരത്തിലുള്ള അവസരവാദപരമായ രാഷ്ട്രീയം. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അതങ്ങനെയാണ് അവിടെ ഇങ്ങനെ. അപ്പൊ അന്നത്തെ കാര്യമല്ല ഇന്നത്തെ കാര്യം ആണെന്നേ. അന്നത്തെ നിലപാട് നിങ്ങൾക്ക് അനുകൂലമായിരുന്നു, ഈ കക്ഷികൾ സ്വീകരിച്ചിരുന്നപ്പോ നിങ്ങൾക്കത് കൊള്ളാമായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് എതിരായപ്പോ അവർ വർഗീയവാദികളാണ്. ഞാൻ ഒന്നുകൂടെ ചോദിക്കട്ടെ, ഈ കൂട്ടാങ്കലിലേക്ക് കാര്യങ്ങൾ പറഞ്ഞു 2015 വലിയ ദൂരമൊന്നുമല്ല, രണ്ടാമത്തെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അരൂക്കുറ്റിയിൽ നിങ്ങളും ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും ഒന്നിച്ചല്ലേ മത്സരിച്ചത്? നിഷേധിക്കാൻ കഴിയുമോ? താങ്കൾ പറഞ്ഞു ജയിച്ചതിന് ശേഷം ഞങ്ങൾ ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ നടത്തുക സ്വാഭാവികമാണ്. എന്നാൽ ചോദിക്കട്ടെ, അരൂക്കുറ്റിയിൽ മത്സരിച്ചിട്ടില്ല ഒന്നിച്ച്? നിഷേധിക്കാൻ കഴിയുമോ? കഴിയില്ല. നിങ്ങൾ മത്സരിച്ചിട്ടുണ്ട്, യാഥാർത്ഥ്യമാണ്. അപ്പോ ഇതൊക്കെ PDPയുടെ വോട്ട് നിങ്ങൾക്ക് അതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഒരു അക്ഷരമില്ല. ഞാൻ ചോദിക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ വന്നിരുന്ന് സംസാരിച്ചാൽ കേരളത്തിലെ യുവതലമുറ, പ്രത്യേകിച്ച് പുതിയ തലമുറ, അവർക്ക് ഇതൊക്കെ മനസ്സിലാകുന്നവരാണ്, കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുന്നവരാണ്. അവരോടൊക്കെ ഇത് പറയുമ്പോൾ ഈ പാർട്ടി ക്ലാസ്സിൽ പറയുന്നത് പോലെ അവർ തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നെങ്കിലും എന്താ പറയുന്നത്, പ്രത്യക്ഷത്തിൽ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങളിത് പറയുമ്പോൾ യാഥാർത്ഥ്യബോധത്തോട് സംസാരിക്കണം. ശ്രീ പ്രകാശൻ വളരെ സീനിയറായിട്ടുള്ള ഒരു നേതാവാണ്. നിങ്ങൾ സംസാരിക്കുമ്പോൾ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കണം. നിങ്ങൾക്ക് വോട്ട് കുറഞ്ഞു പോയി, അത് വസ്തുതയാണ്. അത് നിങ്ങളുടെ കയ്യിരിപ്പുകൊണ്ടാണ്. അതിനപ്പുറത്തേക്ക് അവിടെ വർഗീയവാദികൾ അപ്പുറത്ത് സഹായിച്ചു. നിങ്ങൾ എന്തിനാ ഇതിനൊക്കെ പോകുന്നേ? ശരി, അതിന് ശ്രീ എം പ്രകാശ് മാഷ് മറുപടി നൽകും. അത് മുമ്പ് ശ്രീ ശ്യാമക്കര ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നൽകിയില്ല. നിങ്ങൾ പരസ്പരം ഓഫീസുകളിൽ പോയി ചർച്ച നടത്തിയ ശേഷം ഒരു പിന്തുണ നേടുകയാണോ ഉണ്ടായത്? അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും വാർത്തകളുണ്ടോ? ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോസ് ഇഷ്ടം പോലെ വരാറുണ്ട്. ഞാൻ കാണിച്ചല്ലോ, ഞാനിപ്പോ കാണിച്ച ഫോട്ടോ എവിടെയാ? SRP നേരിട്ട് പോയി ഇവരുടെ അഖിലേന്ത്യാ പ്രസിഡന്റിനെ കണ്ടതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ ശ്രീ പിണറായി വിജയൻ നേരിട്ട് പോയി കണ്ടതിന്റെ ഫോട്ടോ ഞാൻ കാണിച്ചത്. നിഷേധിക്കാൻ കഴിയുമോ? അപ്പൊ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ നമ്മൾ എല്ലാവരുടെയും പിന്തുണ വാങ്ങാറുണ്ട്, ചോദിക്കാറുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ഐഡിയോളജി മുന്നിൽ നിർത്തിക്കൊണ്ട്, ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ മുമ്പിൽ നിർത്തിക്കൊണ്ട്, ഞങ്ങളുടെ പ്രകടന പത്രിക മുന്നിൽ നിർത്തിക്കൊണ്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരോടും പിന്തുണ അഭ്യർത്ഥിക്കും. അതുകൊണ്ടാണല്ലോ BJPയുടെ നേതാക്കന്മാർ, BJPയുടെ പ്രവർത്തകർ ഉൾപ്പെടെ മുനിസിപ്പാലിറ്റിയിൽ ഞാൻ വോട്ട് ചെയ്തത്. അതുകൊണ്ടാണല്ലോ CPMന്റെ വോട്ട് 37,000 കുറഞ്ഞ് അവരുടെ വോട്ട് ഞാൻ കിട്ടിയത്. അതുകൊണ്ടാണല്ലോ ഈ പറയുന്ന BJPയുടെയും CPMന്റെയും ഉൾപ്പെടെയുള്ള വിവിധ കക്ഷികളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വിവിധ കക്ഷികളുടെ അനുഭാവികളായിട്ടുള്ളവരുടെ വോട്ട് ഞങ്ങൾക്ക് കിട്ടിയത്. അതൊക്കെ വർഗീയവാദികളുമായി ചങ്ങാത്തം കൂടിയിട്ടാണെന്നൊക്കെ പറഞ്ഞാൽ ആ അത്തരത്തിൽ ചങ്ങാത്തം ഏറ്റവും കൂടുതൽ കൂടിയിട്ടുള്ളത് CPM ആകാം. പക്ഷേ ഞങ്ങൾ അതിനെ കുറ്റപ്പെടുത്തുന്നില്ല. ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വോട്ട് അഭ്യർത്ഥിക്കുക സ്വാഭാവികമാണ്. ആ വോട്ട് ചെയ്യണോ വേണ്ടോ തീരുമാനിക്കുന്നത് ഓരോ വ്യക്തികളും ഓരോ പ്രസ്ഥാനങ്ങളുമാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടാകാം. ഇതിനൊക്കെ ഇങ്ങനെ വന്നിരുന്ന് മോങ്ങിയിട്ട് ഒരു കാര്യവുമില്ല. ശരി, ഇതിനേക്കാൾ നല്ലത് ബാത്റൂമിൽ പുതിയൊരു സഖാവിനെ കിട്ടിയിട്ടുണ്ടല്ലോ. P.